ഹലോ വെരി വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. അങ്ങനെ രാവിലെ എണീറ്റു. നമ്മുടെ പണികൾ തുടങ്ങണ്ടേ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? അങ്ങനെ രാവിലത്തെ കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ട്. എന്ത് മനോഹരമായ കിച്ചൺ, വാവ്. അങ്ങനെ ഞാൻ ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ഇതിനൊക്കെ കുളവാക്കേണ്ടതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അതിന് വേണ്ടി ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് പുട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ പുട്ടിന് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചങ്ങോട്ട് വെച്ചു. അപ്പുറത്ത് നമ്മുടെ അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തലേന്ന് ഞാൻ കുക്കറിൽ വെക്കുമല്ലോ, തെർമൽ കുക്കറിൽ, അത് ഒന്നര തിളപ്പിക്കുകയാണ്. പിന്നെ ഇത് ഇവിടെ എന്താ ചെയ്യുന്നത്, പയർ, തലേന്ന് പയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിയുന്നതും ഞാൻ ഈ സോക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ തലേന്നേ ഇട്ട് വെക്കും. ശരിക്കും പയറൊക്കെ രാവിലെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഇട്ടിട്ട് നമുക്കങ്ങ് എന്താ പറയുക, കുക്കറിൽ ആവി കയറ്റി എടുത്ത് പയർ കറി ഉണ്ടാക്കാം. പക്ഷെ തലേന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ 2-3 വിസിൽ കേൾക്കേണ്ട സ്ഥലത്ത് നമുക്കൊരൊറ്റ വിസിൽ കാര്യം തീരും, സമയം ലാഭമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം സോക്ക് ചെയ്യുന്നത്. അപ്പോൾ ദേ ചേട്ടൻ്റെ കയ്യിലേക്ക് ഞാനൊരു തേങ്ങ കൊടുക്കുകയാണ്. ചേട്ടൻ എൻട്രി. അങ്ങനെ ചേട്ടൻ ഇറങ്ങിയിട്ടുണ്ടെന്നല്ല, ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടനെയും കൂടെ എൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. കാരണം ചേട്ടൻ എപ്പോഴും ക്യാമറയുടെ പിന്നിലാണ്, പക്ഷേ ഈ പണികളൊക്കെ ചെയ്യുന്നത് ചേട്ടനാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കരുതല്ലോ ഞാനാണ് ഈ ലോകത്തെ എല്ലാ പണികളും തീർത്തിട്ട് പോകുന്നതെന്ന്. അല്ല, ഏട്ടനും എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ രാവിലെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടനുമായിട്ട്. അപ്പം തേങ്ങ തിരികേൻ്റെ വെള്ളമാണ് എനിക്ക് തന്നത്. അത് കുറച്ച് പഞ്ചസാര ഇട്ട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അപ്പം ഉണ്ടാക്കുമ്പം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അത് വെക്കുകയാണ്. അപ്പോൾ എന്നെ ഇവിടെ തേങ്ങ തിരികാണ് കേട്ടോ. എങ്ങനെ തലകുത്തി നിന്ന് തിരികാലും എൻ്റെ തേങ്ങ തിരികെ ഞാൻ വരുമ്പോഴത്തേക്കും ഇത്ര സമയം എടുക്കും. എനിക്ക് പറ്റുന്നൊരു പരിപാടിയില്ല. പക്ഷേ ഏട്ടൻ ചെടപടേ എന്ന് പറഞ്ഞ് തേങ്ങ തിരികെ തരും. അപ്പോൾ അതുകൊണ്ട് ചേട്ടന്, നിങ്ങൾ ആർക്കാ നന്നായി തുണി അലക്കാൻ അറിയുന്നതെന്ന് പറയണ പോലെ ചേട്ടന് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ പിന്നെ ചേട്ടൻ ചെയ്തോട്ടേ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ അതേ സവാളയൊക്കെ ഇളക്കി എന്താ ചെയ്യാൻ പോണേ. അതെ നമ്മുടെ പയർ തോരൻ വേണ്ടിയിട്ടാണ്. അതായത് ഇന്ന് പുട്ടിൻ്റെ കൂടെ പയർ കറിയാണ് യൂഷ്വലി വെക്കാറ്. അപ്പം ഞങ്ങളുടെ അവിടെ കൊല്ലത്തൊക്കെ പണ്ട് പുട്ടും പയറും പപ്പടവും അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ പാലക്കാട് കല്യാണം കഴിഞ്ഞാൽ ചെന്നതിന് ശേഷമാണ് ഈ പയർ കറീനെ കുറിച്ച് ഞാൻ അറിയുന്നതും ആദ്യമായിട്ട് കഴിക്കുന്നതും. പയർ നമ്മൾ കടലൊക്കെ കറി വെക്കുന്ന പോലെ പയർ കറി വെക്കുന്നത് ആ സ്ഥലത്തൊക്കെ അവിടെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മുടെ കൊല്ലം, ട്രിവാൻഡ്രം ആ ഭാഗത്തൊന്നും ഇല്ല അത്. അപ്പം എന്തായാലും നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പയർ കറി വെക്കാണ്ട് ഇന്ന് ഒരു മെഴുക്ക് വരട്ടിയോ അല്ലെങ്കിൽ ജസ്റ്റ് സവാള ഇട്ടിട്ട് ഡ്രൈ ആക്കി ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. തോരൻ പോലെ ആക്കി എടുക്കാം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ചട്ടി വെച്ചിരിക്കുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് ശബ്ദം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു അടപ്പ് പോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നതും തിരിച്ച് വന്നിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് ഒരു ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ എന്താ പറയുക, കോവയ്ക്കാണ് കേട്ടത്. അപ്പോൾ കോവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന്. കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കോവയ്ക്ക ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. കുറച്ച് എണ്ണ യൂസ് ചെയ്യുള്ളൂ. പിന്നെ സവോളയും അങ്ങനത്തെ സാധനങ്ങളില്ല, അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ സവോളയൊക്കെ എടുത്ത് മാറ്റും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കോവയ്ക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് എന്താ പറയുക, കാന്താരിമുളക് ഉണ്ടെങ്കിൽ കാന്താരിമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ആക്കി എടുത്തു കഴിഞ്ഞാൽ കോവയ്ക്ക നല്ല രസമുള്ള കോവയ്ക്ക ഫ്രൈ കിട്ടും. അങ്ങനെ അതാണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ പയറും പുട്ടും രാവിലെ. പിന്നെ ഞാൻ തലേന്ന് അമ്മ മീൻകറി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനും മീൻകറി വെച്ചു. അപ്പം അമ്മ അത് കൊണ്ടുവരും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അമ്മ വറുത്തരച്ച മീൻകറിയും ഞാൻ അല്ലാണ്ട് പച്ചയ്ക്ക് തേങ്ങ അരച്ച മീൻകറിയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ആ 2 മീൻകറിയും ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോളേജിൽ അങ്ങനെ മീൻകറിയൊന്നും കൊണ്ടുപോകാറില്ല. ഫ്രൈ പിന്നെയും കൊണ്ടുപോകും, പക്ഷേ കറിയായിട്ടൊന്നും കൊണ്ടുപോകുന്നത് എനിക്ക് എൻ്റെ സ്മെല്ലൊക്കെ എന്തോ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ കൊണ്ടുപോകാറില്ല. അപ്പം അതുകൊണ്ട് ഏട്ടന് കഴിക്കാമല്ലോ ഉച്ചയ്ക്ക്. ഏട്ടൻ ഇവിടെ വന്നിട്ടാണ് കഴിക്കുക ഓഫീസിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ഇവിടെ നിന്ന് കഴിച്ചോളും. അപ്പം ഞാൻ ഇപ്പോൾ തൽക്കാലം എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും പീക്കുള്ള സാധനങ്ങളും മാത്രം ചെയ്താൽ മതി. ബാക്കി ഫ്രിഡ്ജിലുള്ളത് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പയർ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പയർ മെഴുക്കുവരട്ടിയല്ല, പയർ കറി രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് പുട്ടിൻ്റെ കൂടെ. അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ?
എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒന്ന് ഇരുന്ന് സംസാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഒന്നല്ല 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പോഡ്കാസ്റ്റ് പോലെ. അത് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ മെസ്സേജസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. കാരണം നമുക്ക് റെസ്പോൺസ് കിട്ടുമ്പോഴത്തേക്കാണ് നമുക്ക് അറിയാൻ പറ്റുക എത്രത്തോളം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇത്തരത്തിലുള്ള വീഡിയോസാണോ നിങ്ങൾക്കിഷ്ടം, പിന്നെ പല കാര്യങ്ങളും നമ്മൾ പറയുന്നതായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് അവരുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന ചില കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഫാമിലി ഉള്ള പോലെ ഒരു ഫീലിംഗ് ആണ്. അതായത് നമ്മൾ മാത്രമല്ല ഒരു കാര്യം ചിന്തിക്കുന്നത്, ഒരുപാട് പേര് ഇതേപോലെ ചിന്തിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് പോസിറ്റിവിറ്റി ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ പറയുന്ന പോലെ പൈസയുടെയും അല്ലെങ്കിൽ ഈ ഫാസ്റ്റായിട്ട് എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടുള്ള ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിലും സമാധാനം, പീസ് ഓഫ് മൈൻഡ്, പോസിറ്റിവിറ്റി ഇതിലും അപ്പുറമായിട്ടുള്ളൊരു എന്താ പറയുക മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ഒരുപാട് കമൻറ്റ്സ് എനിക്ക് കാണാൻ പറ്റി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ്, നമുക്ക് എന്ത് വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് അങ്ങനത്തെ പോഡ്കാസ്റ്റുകൾ ഇനിയും ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഡെയിലി വ്ളോഗ്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരുപാട് പേര് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ തള്ളുന്നതാണ്, ആരാടോ ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അല്ല കേട്ടോ. നമ്മുടെ മെസ്സേജിൻ്റെ താഴെ ഒരു 10 കമൻറ്റ് വന്നാലും അതിൻ്റെ അകത്തുള്ളൊരു 5 പേര് ചോദിച്ചാൽ മതി. അതെനിക്കൊരു വലിയൊരു ക്രൗഡ് തന്നെയാണ്, എനിക്കൊരു വലിയൊരു ഓഡിയൻസ് തന്നെയാണ്. അത്രയും പേരെങ്കിലും ചോദിക്കുന്നില്ല, അവർ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ വീഡിയോസ്, ഇന്ന ടൈപ്പ് വീഡിയോസ് ചെയ്യണം എന്ന് അവർ പറയുമ്പം അവർക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പം ഇതെല്ലാം ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്ത് തരിക, അല്ലെങ്കിൽ നിങ്ങളെയും കൂടെ എത്തിക്കുക എന്നുള്ളത് മാത്രം. അതെൻ്റെ ഒരു ഹാപ്പിനെസ്, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് തന്നെയാണെങ്കിൽ ഇന്ന് ഷടപടേ എന്ന കാര്യങ്ങൾ ചെയ്ത്, കാരണം ഞാൻ എണീറ്റിട്ടാണെങ്കിലും വാഷ്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് വന്നപ്പോഴത്തേക്കും 4 മണിയായി കിച്ചണിൽ കയറിയപ്പോൾ. പിന്നെ അതേ 4:30 ആയപ്പോഴത്തേക്കും ഏകദേശം എല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്ത് പോകാൻ പറ്റി. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഏട്ടൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിലായിട്ട്, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായയൊക്കെ കുടിച്ച് ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് എനിക്ക് പിന്നെ കിച്ചണിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ അതേ നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് പോവാം, ഇനി പോയി കുളിച്ച് റെഡിയായി ഇറങ്ങാനുള്ള സമയമായിട്ടോ. അങ്ങനെ ദേ വേഗം കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, പോകാനായിട്ടുള്ള ഒരുക്കമാണ്. അതിൻ്റെ ഒരു 5 മിനിറ്റ് ഞാൻ കൊടുക്കും കേട്ടോ, എത്ര സമയമില്ലെങ്കിലും അതിനൊരു സന്തോഷമാണല്ലോ നമ്മൾ ഒരുങ്ങി പോകുന്നത്. അങ്ങനെ ദേ എൻ്റെ മോയ്സ്ചറൈസറൊക്കെ ഇട്ടു, സൺസ്ക്രീനൊക്കെ തീരാറായി കേട്ടോ. അപ്പോൾ ഞാൻ ഞെക്കി പിഴിഞ്ഞ് എൻ്റെ സൺസ്ക്രീനൊക്കെ എടുത്ത് കയ്യിൽ ഞാനൊരു ടാറ്റോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സൺസ്ക്രീൻ ആണ് കയ്യിലും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു ഒരു ക്രീം ഉണ്ടായിരുന്നു, ഒരു സ്ട്രോപ്പ് ക്രീം പോലത്തെ ഒരു സാധനവും, പിന്നെ നമ്മുടെ ഒരു നൈക്കേൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഇത് ഭയങ്കര ലൈറ്റ് കവറേജ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതൊരു തുള്ളി എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് തേച്ചു അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ കോമ്പാക്ട് പൗഡറും ജസ്റ്റ് ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തു. അങ്ങനെ ദേ ഞാൻ കണ്ണും എഴുതിയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ഫോൺ താഴെ വീണു, അതുകൊണ്ട് പിന്നെ അതെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ദേ പോവാണ് കേട്ടോ. ഇതാണ് അവസ്ഥ. രാവിലെ മോളെയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്, കാരണം അവൾ ഒറ്റയ്ക്ക് കിടക്കില്ല, അവൾക്ക് ഈ രാത്രി ആയതുകൊണ്ട്, എന്ന് വെച്ചാൽ നേരം വിളിക്കില്ലല്ലോ, അതുകൊണ്ട് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവളെ എടുത്തിട്ടാണ് പോകുന്നത്. അതൊരു ഇത്തിരി ടാസ്ക്കാണ്. പിന്നെ നമ്മളിത് രാവിലെ കണി കാണുന്നത് ഇദ്ദേഹത്തിനെയാണ്, ആതിര ടീച്ചറിനെ. അപ്പോൾ ആതിര ടീച്ചറാണ് ആദ്യമായി, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ തൃപ്പൂണിത്തുറയിൽ നിന്ന് കയറുന്നത്. അപ്പോൾ അതേ പേപ്പറൊക്കെ വിരിച്ച് നല്ല സെറ്റപ്പായിട്ട് ഞങ്ങൾ കിടക്കാനായിട്ടുള്ള ഇതാണ്, ഞങ്ങളുടെ സപ്രമഞ്ചം ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് പേപ്പറൊക്കെ വിരിച്ച് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ഇച്ചിരി OCD പ്രശ്നമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കുക. ഇതാണ്ട് അടുത്ത ആൾ വന്നിട്ടുണ്ട്, തൊട്ടടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന അഞ്ജലി ടീച്ചർ. അങ്ങനെ അഞ്ജലി ടീച്ചറും കയറി. സ്മൈൽ ഗൈസ്, സ്മൈൽ. ശരിക്കും ഇങ്ങോട്ട് അപ്പോൾ ഈ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്കൊരു വിശപ്പാണല്ലോ, പിന്നെ അതൊക്കെ കഴിച്ചു അങ്ങനെ വിജനതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മൾ കൊല്ലം എത്തിയിട്ടോ. പിന്നെ കൊല്ലം എത്തിയിട്ട് ഞാൻ അവിടുന്ന് നടന്ന് ഇതേ കോളേജിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ കോളേജ് എത്തും കേട്ടോ. അങ്ങനെ രാവിലെയൊക്കെ ആ കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആ കോളേജ് ജംഗ്ഷൻ, ആ ഒരു എന്താ പറയുക, അത് കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള ആ റോഡ്. നല്ല രസമാണ് അവിടെ, പൂക്കളും മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ ദേണ്ടേ ഞാൻ നടന്നെത്തി. അങ്ങനെ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ വിശേഷം നോക്കാം.
അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം സ്റ്റേഷനിൽ വന്നിട്ട് ദേ ചേട്ടൻ്റെ അടുത്ത് നിന്നൊരു കോഫിയൊക്കെ മേടിച്ച് കുടിക്കുകയാണ്. അപ്പോൾ ഈ പാല് തിളയ്ക്കാൻ കുറേ സമയം എടുത്തിട്ട് അങ്ങനെ വേഗം താ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കോമഡിയൊക്കെ പറഞ്ഞ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കോഫിയൊക്കെ മേടിച്ച് കുടിച്ചു. ചേട്ടനെ സിനിമയിലൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുകയാണ്. അപ്പോൾ ചേട്ടൻ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയും നമുക്ക് എൻഡ് ചെയ്യാം. നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ബൈ.